അപ്പോൾ സുഖമല്ലേ? എല്ലാവർക്കും ഇന്നത്തെ വീഡിയോയിലേക്ക് സ്വാഗതം കേട്ടോ. അപ്പോൾ നമുക്കിന്നൊരു ഹോസ്പിറ്റൽ വ്ളോഗെന്ന് അറിയാമല്ലേ. അപ്പോൾ അമ്മയുടെ റേഡിയേഷൻ ഇന്ന് അവസാനിക്കുന്ന ദിവസമാണ്. ഇന്ന് ഡോക്ടറെയും കൂടി കാണേണ്ട ദിവസം തന്നെയാണ് കേട്ടോ. ഡോക്ടറുടെ OP ചൊവ്വാഴ്ചയും ബുധനാഴ്ചയാണ്. അപ്പോൾ ചൊവ്വാഴ്ചത്തെ ദിവസമാണ് ഇന്നത്തെ ദിവസം കാണിക്കണത്. അപ്പോൾ ഹോസ്പിറ്റലിലേക്ക് പോയ വിശേഷം, പിന്നെ നമ്മുടെ വീട്ടിലെ ചില്ലറ വിശേഷങ്ങളൊക്കെ ആയിട്ട് കാണിക്കാമെന്ന് വിചാരിച്ചു. പിന്നെ അമ്മ ഇപ്പോഴും പൊടിയരിക്കഞ്ഞൊക്കെ തന്നെയാണ് കേട്ടോ കഴിക്കൽ. അപ്പോൾ അമ്മയ്ക്കുള്ള പൊടിയരിക്കഞ്ഞി കഴിച്ചിട്ടാണ് പോകേണ്ടത്. അപ്പോൾ അടുത്ത മണിക്ക് വയ്യാണ്ടാവും. അപ്പോൾ ട്രെയിൻ ഉണ്ടായിരുന്നില്ല. പാലക്കാട് എറണാകുളത്തേക്കുള്ള ട്രെയിൻ ആ ട്രെയിനാണ് പോവാറ്. അപ്പോൾ ആ ട്രെയിൻ ഇല്ല കേട്ടോ. അപ്പം അതില്ല എന്നാണ് പറഞ്ഞത്. 9 മണിയായിട്ടാണ്. 9 മണിക്ക് ഞങ്ങൾ പോകാനായിട്ട് ഓട്ടോ വിളിച്ച് ട്രെയിൻ എവിടെ എത്തിയെന്ന് അറിയാൻ വേണ്ടിയിട്ട് ആപ്പിൽ നോക്കി, വേറിയസ് മൈ ട്രെയിൻ ആപ്പിൽ നോക്കിയതാണ്. അപ്പോൾ അതിൽ ഇന്ന് ട്രെയിൻ ഉണ്ടായിരുന്നില്ല. അപ്പോൾ ഞങ്ങൾ കൊടാരയ്ക്ക് പോകണം. അപ്പോൾ പൊടിയരൊക്കെ കഴിച്ച് ഭക്ഷണം വയറ് നിറച്ചല്ല കേട്ടോ, ഒരു വയറുകത്ത് മാറാനായിട്ട് ഒരു ഗ്ലാസ് പൊടിയരിക്കഞ്ഞാണ് ആൾ കഴിക്കാറ്. അപ്പോൾ അത് കഴിച്ചിട്ട് പോകണം. അപ്പോൾ ഞാൻ ഉച്ചയ്ക്ക് വരികയാണെന്നുണ്ടെങ്കിൽ നേരത്തെ ചോറ് വയ്ക്കണില്ല. ഡോക്ടറെ കാണാൻ പോകേണ്ട കാരണം എത്ര മണിക്കാണ് വരിക, OP ടിക്കറ്റ് എപ്പോഴാണ് കിട്ടുകയെന്നൊന്നും അറിയില്ല. അത് കാരണം ചോറ് കുക്കറിൽ വയ്ക്കണ കാരണം വേഗം കേടാവും. അത് കാരണം ചോറ് വയ്ക്കൽ ഉണ്ടായിരുന്നില്ല കേട്ടോ. അപ്പോൾ ഞാൻ അമ്മയ്ക്ക് ഉള്ള പൊടിയരിക്കഞ്ഞി അടപ്പത്തിട്ടിട്ടുണ്ട്. പിന്നെ ചേട്ടന് ജോലിക്ക് പോണേക്കട്ടി വന്നതിന് കഴിച്ചിട്ട് പോകണേ. അപ്പോൾ പുട്ടുണ്ടാക്കി വെച്ചിട്ടുണ്ട്. അപ്പോൾ ആളും പിന്നെ കുഞ്ഞിപ്പെണ്ണും പൊടിയരിക്കഞ്ഞി കുടിച്ചു കേട്ടോ. കുഞ്ഞിപ്പെണ്ണിനെ അവിടെ വീട്ടിലേക്ക് ആക്കിയിട്ട് വേണം പോകാനായിട്ട്. അവിടെ അമ്മ അംഗനവാടി പോകുന്നുണ്ട്. അപ്പോൾ അമ്മ അംഗനവാടി കൊണ്ടുപോക്കോളും. ചിലപ്പോൾ പോവില്ല, ആളിൽ നിന്ന് ലീവ് എടുക്കുന്നു ചിലപ്പോൾ. അത് കാരണം കുഞ്ഞിപ്പെണ്ണിനെ അവിടെ അമ്മയുടെ അടുത്ത് ആക്കിയിട്ട് പോകണം. നേരം വൈകണ കാരണമായിട്ട്, അല്ലെങ്കിൽ 2-3 ദിവസം കുഞ്ഞിപ്പെണ്ണെ കൂടി കൊണ്ടുപോയിട്ടുണ്ടായിരുന്നു. ഇപ്പം നേരം വൈകണ കാരണം അവളെ കൊണ്ടുപോകണില്ല. നമുക്ക് അവിടെ ആക്കിയിട്ട് വേണം പോകാനായിട്ട്. 7 മണിയോട് കൂടി എല്ലാ പണികളും കഴിഞ്ഞു കേട്ടോ. പിന്നെ വേഗം കുളി കഴിഞ്ഞു. പുട്ടൊക്കെ അടപ്പത്ത് വെച്ച് കഴിഞ്ഞപ്പോഴേക്കും വേഗം കുളിക്കാനൊക്കെ ആയിട്ട് പോയി. പിന്നെ 7 മണിയായപ്പോഴേക്കും എല്ലാ വക പരിപാടികളും കഴിഞ്ഞിട്ട് ഒരു 5 മണി 5:30ക്കാണ് കേട്ടോ എണീറ്റത്. അത് കാരണം വേഗം പണികളൊക്കെ കഴിഞ്ഞു. പിന്നെ ചേട്ടൻ്റെ കൂടെ ഞാൻ ഇങ്ങോട്ട് വന്നതാണ്. നമ്മുടെ വാർക്ക കഴിഞ്ഞു കേട്ടോ. വാർക്കയുടെ വ്ളോഗ് ഇടാനായിട്ട് പറ്റിയില്ല. ഞാൻ അമ്മയും കൂടി ഹോസ്പിറ്റലിൽ പോയിക്കായിരുന്നു. വാർക്കയുടെ ദിവസം ഞായറാഴ്ച ഇടാൻ വാർക്കാന്നാണ് പറഞ്ഞിട്ടുണ്ടായിരുന്നത്. പക്ഷേ ഞായറാഴ്ച അല്ലായിരുന്നു, അവർ ശനിയാഴ്ച വന്നു വാർക്കാനായിട്ട്. ഡേറ്റ് അങ്ങോട്ടും കൂടെ പറഞ്ഞതും മാറിപ്പോയിട്ടുണ്ടായിരുന്നു കേട്ടോ. അത് കാരണം കൺഫ്യൂഷനായിട്ട് ശനിയാഴ്ച വാർത്തു. ശനിയാഴ്ച ഞാൻ അമ്മയും കൂടിയിട്ട് ഹോസ്പിറ്റലിലേക്കും പോയി. അത് കാരണം നമുക്ക് വീഡിയോ എടുക്കാനോ അല്ലെങ്കിൽ അവർക്ക് ഫുഡ് നമ്മൾ ഏൽപ്പിക്കുകയാണ് ചെയ്തേട്ടോ. ഇവിടെ അടുത്ത് ചേട്ടൻ്റെ വലിയച്ഛൻ്റെ മോൻ്റെ കടയുണ്ട്. അപ്പോൾ അവിടെ ഫുഡൊക്കെ പറഞ്ഞ് ഏൽപ്പിച്ചു. കാലത്തേക്കുള്ള കഞ്ഞിയും ഉച്ചയ്ക്കുള്ള ഭക്ഷണം ചോറും കറിയൊക്കെ അവിടെ നിന്ന് ഏൽപ്പിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. അത് കാരണം അവൻ്റെ ഫുഡിന് വലിയ കുഴപ്പമുണ്ടായിരുന്നില്ല. എന്നാൽ നമ്മളുണ്ടായില്ല, നമുക്ക് കാണാൻ പറ്റിയില്ല എന്നുള്ളൊരു സങ്കടമാണ് ഉണ്ടായിരുന്നുള്ളൂ. ബാക്കി കാര്യങ്ങളൊക്കെ നല്ല നീറ്റായിട്ട് തന്നെ നടന്നു കേട്ടോ. അപ്പം ഞാൻ ചേട്ടനും കൂടി ഇവിടെ നനയ്ക്കാനായിട്ടല്ല ഇവിടെ കെട്ടിയിട്ടുണ്ട് കേട്ടോ, വെള്ളം നിർത്താനായിട്ട്. വാർക്കയുടെ മുകളിൽ ഇങ്ങനെ വെള്ളം നിർത്തുന്നതൊക്കെ നല്ലതാണല്ലോ. അപ്പോൾ അത് നനയ്ക്കാനായിട്ട് വന്നതാണ്. പിന്നെ നമ്മുടെ കോഴികളൊക്കെ ഒന്ന് അയച്ചിട്ടു കേട്ടോ. കോഴികളെ അയച്ചിട്ട് അവർക്ക് തീറ്റയും കൊടുത്തു. അപ്പോൾ വാർക്കയുടെ വിശേഷങ്ങളൊക്കെയാണ് കേട്ടത്. അത് കഴിഞ്ഞ് പിന്നെ നമുക്ക് ഹോസ്പിറ്റലിൽ പോകേണ്ട വിശേഷങ്ങളൊക്കെയാണ് ഇനി ബാക്കിയുള്ളത്. പിന്നെ നമ്മുടെ വീട്ടിൽ നിന്നൊക്കെ വന്ന് ചായയൊക്കെ വെച്ച് കുടിച്ച് പിന്നെ ഡ്രസ്സൊക്കെ മാറി നമ്മൾ പിന്നെ പോകാനായിട്ടുള്ള തയ്യാറെടുപ്പിലാണ് കേട്ടോ. കുഞ്ഞിപ്പെണ്ണിന്ന് അംഗനവാടി പോകാനായിട്ട് ബേഗിൻ്റെ ഉള്ളിൽ കുറച്ച് മാങ്ങ ഉപ്പിലിട്ട് വെച്ചതാണ് കേട്ടോ. അപ്പോൾ അവൾക്ക് ഭയങ്കര ഇഷ്ടമാണ് മാങ്ങ ഉപ്പിലിട്ട് വെച്ചത്. അതൊക്കെ കൂടി കൊടുത്ത് വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഒന്നും പോയിട്ടുണ്ടായില്ല, അമ്മ ലീവായിരുന്നു കേട്ടോ. അത് കാരണം വീട്ടിൽ തന്നെയായിരുന്നു കുഞ്ഞിപ്പെണ്ണ്. അപ്പോൾ പ്രതീക്ഷിക്കണ നേരത്തെ നമുക്ക് വരാൻ പറ്റണമെന്നില്ല. അവിടെ ഭയങ്കര തിരക്കാണ്. OP ടിക്കറ്റ് കിട്ടണ നമ്പർ അനുസരിച്ച് നമ്മുടെ നമ്പർ വിളിച്ച് പോയി കഴിഞ്ഞാൽ 20 നമ്പർ കഴിഞ്ഞിട്ടാണ് പിന്നെ വിളിക്കുക. അപ്പോൾ അങ്ങനെയൊക്കെ ചെറിയ ചെറിയ ബുദ്ധിമുട്ടുകളൊക്കെ ഉണ്ട്. അത് കാരണം കുഞ്ഞിപ്പെണ്ണിനെ വീട്ടിലാക്കിയിട്ട് പോവാണ്. നേരം വൈകിയാലും നമുക്ക് ടെൻഷൻ അടിക്കേണ്ട കാര്യമില്ലല്ലോ. അങ്ങനെ കൊടകര എത്തിയിട്ടുണ്ട് കേട്ടോ. കൊടകര എത്തി നിന്ന് അപ്പം തന്നെ ഒരു 2 മിനിറ്റിനുള്ളിൽ തന്നെ ബസ് വന്നു. ബസ്സിൽ കയറിയിട്ടാണ്. പിന്നെ നമുക്ക് ചാലക്കുടി എത്തിയപ്പോഴാണ് ഇരിക്കാനായിട്ട് സീറ്റ് കിട്ടിയത്. അപ്പോൾ ഇത്തിരി കുറച്ച് നേരം അമ്മയ്ക്ക് വേഗം സീറ്റ് കിട്ടിയിട്ടോ. നമുക്ക് വയ്യാത്ത കാരണം അങ്ങനെ എണീറ്റ് കൊടുക്കലൊക്കെ ഉണ്ട് ആൾക്കാരത് കാരണം ഒരു ഭാഗ്യമല്ലേ. പിന്നെ അതിപ്പോൾ ഞങ്ങൾ അവിടെ എത്താറായിട്ടുണ്ടെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒരു 11 മണി
11:30 12 മണിയായി. ഞങ്ങൾ 12 മണി ആയിട്ടുണ്ടായിരുന്നില്ല, 11:30 ആയി ഞങ്ങൾ അവിടെ എത്തിയപ്പോൾ കേട്ടോ. ഹോസ്പിറ്റലിൽ എത്തിയപ്പോൾ നമുക്ക് ചില നേരത്തെ അല്ല ചില സ്ഥലങ്ങളിൽ ഇറങ്ങി റെയിൽവേ സ്റ്റേഷനിൽ ഇറങ്ങിയാൽ നമ്മൾ ശരിക്കും ആ ഗേറ്റിന് അവിടെ കൊണ്ട് നിർത്തും. ഇതിപ്പോൾ KSRTC സ്റ്റാൻഡിൽ ഇറങ്ങിയ കാരണം നമുക്ക് ഗേറ്റിൻ്റെ അവിടെ അവരുടെ 4 ഗേറ്റ് ഉണ്ട് ആ ഹോസ്പിറ്റലിന്. അപ്പോൾ ഏത് ഗേറ്റാണെന്നൊക്കെ ചോദിക്കുമ്പോൾ നമുക്കറിയില്ല. നമുക്ക് സ്ഥിരമായിട്ട് നമ്മളങ്ങനെ കാണലോ അല്ലെങ്കിൽ പോകലൊന്നും ഇല്ലല്ലോ. അത് കാരണം നമുക്ക് അങ്ങനെ പ്രത്യേകിച്ച് അറിയില്ല. അപ്പോൾ OP ടിക്കറ്റിൻ്റെ അടുത്താണോ അതോ വേറെ ഏതൊരു സ്ഥലത്തിൻ്റെ പേര് പറയുന്നുണ്ട്. അപ്പോൾ ഞങ്ങൾക്ക് പിന്നെ ഡോക്ടറെ കാണണം. അപ്പോൾ OPയിൽ പോയിട്ടാണ് കാണില്ല. അപ്പോൾ ഞങ്ങൾ OP എന്ന് പറഞ്ഞു. OP എന്ന് പറഞ്ഞപ്പോൾ വേറെ ഏതൊരു ഗേറ്റിനും ഇല്ല. അപ്പോൾ ഇതല്ല ചേട്ടാ കുറച്ച് അങ്ങോട്ട് പോകണം, റേഡിയേഷന് പോകണമെന്ന് പറഞ്ഞപ്പോൾ ആൾക്ക് വേഗം മനസ്സിലായി. അപ്പോൾ അവനെ അവിടെ കൊണ്ട് ഇറക്കി തന്നു. അപ്പോൾ അതേ ഞങ്ങൾ അങ്ങോട്ടേക്ക് ഓട്ടോറിക്ഷയിൽ പോവുകയാണ് കേട്ടോ അങ്ങോട്ട് അവിടെ ഹോസ്പിറ്റലിലേക്ക്. അപ്പോൾ ഈ ഹോസ്പിറ്റലിൽ എത്തിയിട്ടുണ്ട്. ഹോസ്പിറ്റലിൽ എത്തി ഞങ്ങൾക്ക് കുഞ്ഞേശ്ശേരി വീടിൻ്റെ അടുത്തുള്ളൊരു ചേച്ചി ജാസ്മിൻ എന്ന് പറഞ്ഞ ചേച്ചി അവിടെ ആളുടെ ബാപ്പേനെ കാണിക്കാനായിട്ട് വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഞങ്ങൾക്ക് വേഗം OP ടിക്കറ്റ് എടുത്ത് തന്നു. അപ്പോൾ 55 നമ്പർ കേട്ടോ. അത് കാരണം വേഗം കണ്ട് റേഡിയേഷൻ വേഗം കഴിഞ്ഞു, വേഗം കണ്ടിട്ട് തിരിച്ചു പോകാനായിട്ട് പറ്റി. അപ്പോൾ അങ്ങനെ നമ്മളെ സഹായിക്കാനൊക്കെ ഓരോരുത്തരുണ്ടാകുമ്പോൾ നമുക്ക് ഭയങ്കര ഒരു ഇതാണല്ലേ, നമുക്ക് സമയത്തിന് കാണുകയും ചെയ്യാം. പിന്നെ അമ്മയ്ക്ക് വയ്യാത്ത കാരണം അധികം നേരം ഇരിക്കാൻ പറ്റില്ല, അങ്ങനെ ഭക്ഷണമൊന്നും കഴിക്കാനായിട്ടൊന്നും പറ്റില്ല. ഞാൻ ഒരു 1 മണി 1:30 ആയപ്പോൾ 1 മണി 2 മണിയായപ്പോൾ നമുക്ക് ഡോക്ടറെ കണ്ടിട്ട് ഇറങ്ങാനായിട്ട് ഇപ്പോൾ നമ്മൾ ഭക്ഷണമൊക്കെ കഴിച്ച് ഇപ്പോൾ തിരിച്ച് പോരാനായിട്ട് എറണാകുളം നോർത്ത് റെയിൽവേ സ്റ്റേഷനിൽ വന്നിരിക്കുകയാണ് കേട്ടോ. കുറച്ച് നേരം വെയിറ്റ് ചെയ്യേണ്ടി വന്നു. 3 മണിക്കാണ് ട്രെയിൻ വന്നത്. 3:30 3:45 അവിടെ നിന്ന് എടുത്തപ്പോൾ. അപ്പോൾ ട്രെയിൻ ഇത്തിരി ലേറ്റായിരുന്നു. കൊണ്ടുവന്ന് ഇട്ടു, വേഗം കൊണ്ടുവന്ന് ആ സമയത്ത് തന്നെ കൊണ്ടുവന്ന് ഇട്ടു. പിന്നെ പുറപ്പെടാനായിട്ട് ഇത്തിരി നേരം വൈകി. അതിലാണെന്നുണ്ടെങ്കിൽ ഭയങ്കര തിരക്കാണത്. എന്തെന്നാ മറ്റേ പൂനെ എക്സ്പ്രസ് ആയിരുന്നു കേട്ടോ. അത് കാരണം ഭയങ്കര തിരക്കായിരുന്നു. നമുക്ക് ലോക്കൽ ടിക്കറ്റ് ആയ കാരണം 2 കമ്പാർട്ട്മെൻറ്റേ ലോക്കലിലുള്ളൂ. ഫസ്റ്റത്തെ ഒരു കമ്പാർട്ട്മെൻറ്റ്, ലാസ്റ്റ് ഒരു കമ്പാർട്ട്മെൻറ്റും. അപ്പോൾ ആ കമ്പാർട്ട്മെൻറ്റിൽ ഭയങ്കര തിരക്ക് തന്നെയാണ്. പിന്നെ റിസർവ്ഡ് സീറ്റുള്ളവരെയാണ് കൂടുതലും. അവിടെ മറ്റേ പൂനെയിൽ പഠിക്കാനുള്ള പിള്ളേരും കാര്യങ്ങളൊക്കെ ആയിട്ടാണ് അവർ റിസർവിൽ കയറില്ല. പിന്നെ നമ്മൾ കയറി കഴിഞ്ഞാൽ ആരും എത്തുമ്പോൾ നമ്മൾ ഇറക്കി വിടും. അതിനും വേറെ നമ്മൾ നമ്മുടേതായ സീറ്റിൽ കയറി ഇരിക്കണതാണല്ലോ നല്ലത്. പിന്നെ അങ്ങനെ കുഞ്ഞിപ്പെണ്ണിനെയും കൊണ്ടുവന്നു. അവിടെ നിന്ന് കല്ലേറ്റിങ്കര ഇറങ്ങി ഇരിങ്ങാലക്കുട റെയിൽവേ സ്റ്റേഷനിൽ ഇറങ്ങി ഓട്ടോറിക്ഷ വിളിച്ചിട്ട് മനക്കുളങ്ങര കൂടി വീട്ടിലേക്ക് വന്നു. അപ്പോൾ കുഞ്ഞിപ്പെണ്ണിനെയും കൂടിയും കൊണ്ടുവന്നു കേട്ടോ. അതോടുകൂടി പിന്നെ കുഞ്ഞിപ്പെണ്ണിൻ്റെ കൂടെ കുറച്ച് നേരം ഇരുന്ന് കളിക്കണതാണ് കേട്ടോ. അവളുടെ കൂടെ വർത്തമാനം പറഞ്ഞിരിക്കണതാണ് ഇപ്പോൾ ചെയ്തുകൊണ്ടിരിക്കണത്. അപ്പം അവൾ ഉറങ്ങി എനിക്ക് പിന്നെ നീരുവീഴ്ചയും ചെറുതായിട്ട് പനിക്കണമൊക്കെ ഉണ്ടിട്ടപ്പോൾ. അത് കാരണം ഭയങ്കര വാശിയിലാണ് കൊച്ച്. അവൾക്ക് മിക്ക സമയം ഫോണിൽ പാട്ട് വേണം. അത് കാരണം എനിക്ക് കമൻറ്റിന് റിപ്ലൈ കൊടുക്കുന്നത് ഞാനൊന്നല്ലെങ്കിൽ ട്രെയിനിലിരിക്കുമ്പോൾ അല്ലെങ്കിൽ അവൾ ഉറങ്ങിയതിന് ശേഷമൊക്കെയാണ് കമൻറ്റിന് റിപ്ലൈ തരാൻ പറയുന്നത്. അങ്ങനെ കമൻറ്റിന് റിപ്ലൈ എന്ന് പറയുമ്പോൾ ആരും തെറ്റിദ്ധരിക്കൊന്നും വേണ്ട കേട്ടോ. ഒരുപാട് കമൻറ്റൊന്നും ഇല്ല, 10 20 കമൻറ്റ് മാത്രമേ ഉള്ളൂ കേട്ടോ. അപ്പോൾ കുറച്ച് നേരം അവളെ കൂടി ഇരുന്ന് വർത്താനമൊക്കെ പറഞ്ഞ് കളിച്ച്. പിന്നെ നമുക്ക് പണികൾ സ്റ്റാർട്ട് ചെയ്യാനും പോകണുള്ളൂ. ചോറ് വയ്ക്കണം, കറി വയ്ക്കണം, പിന്നെ അടിച്ച് വാരണം, തുടയ്ക്കണം. അങ്ങനെ അല്ലറ ചില്ലറ പണികൾ ഇഷ്ടം പോലെ എടുക്കുന്നുണ്ട് കേട്ടോ. നമ്മുടെ ഈ വാഷ് ബേസിൻ ശരിക്കും ഒരു ചെറിയൊരു അക്ഷയ പാത്രമാണെന്ന് വിചാരിക്കുക അല്ലേ. ഇത് എത്രത്തോളം നമ്മൾ പാത്രങ്ങൾ കഴുകി വെച്ചാൽ എന്നാലും ഉണ്ടാവും ചെറിയൊരു ടീസ്പൂണോ ഗ്ലാസ്സോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ ആയിട്ട് എന്തെങ്കിലുമൊക്കെ ഉണ്ടാവും അതിനകത്ത് കഴുകാനായിട്ട്. ഞാൻ കാലത്ത് എല്ലാം കഴുകി തുടച്ച് വെച്ചിട്ട് പോയതാണ്. വന്നപ്പോൾ ചേട്ടൻ പുട്ട് കഴിച്ചിട്ടുണ്ടായിരുന്നു. ഗ്ലാസ്സൊക്കെ അയാൾ കഴുകി വെച്ചിട്ടുണ്ടായിരുന്നു. പുട്ട് കഴിച്ചത് പുട്ടിൽ കുറച്ചിരിക്കുന്നുണ്ടായിരുന്നു, അതാണ് മൂടി വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. അത് പിന്നെ കോഴിക്കിട്ട് കൊടുക്കാനായിട്ട് ഇട്ടു ആ പാത്രം ഉണ്ടായിരുന്നു. പിന്നെ അമ്മയ്ക്കിപ്പോൾ കഞ്ഞി അടിച്ച് വെച്ച പാത്രം, ചായ കുടിക്കാനായിട്ട് എടുത്ത ഗ്ലാസ്, ഇത്തിരി പിഞ്ഞാണി, ടീസ്പൂൺ അങ്ങനെ പറഞ്ഞ കുറച്ച് പാത്രങ്ങളുണ്ട് കഴുകാനായിട്ട്. അത് കഴുകിയിട്ട് ബാക്കി പണികളിലേക്ക് കിടക്കാം. പിന്നെ പരിപ്പ് ഇത്തിരി കുത്തി കാച്ചാന്നാണ് വിചാരിക്കേണ്ടത്. വേഗം കഴിയണ പണി അതാണ്. പരിപ്പ് സവോളയും തക്കാളിയും കൂടിയിട്ട് നന്നായി കഴുകി ഇത്തിരി മഞ്ഞപ്പൊടിയും വെളിച്ചെണ്ണയും കൂടി ഒഴിച്ചിട്ട് അടപ്പത്തിൽ വയ്ക്കുക. അത് നമ്മുടെ തൃശ്ശൂർ സ്റ്റൈലിൽ കുത്തിപ്പൊടി മുളക് ഇട്ടിട്ട് അങ്ങോട്ട് കുത്തി കച്ച. അപ്പോൾ നമ്മുടെ വൈകുന്നേരത്തെ കൂട്ടാൻ്റെ പണി കഴിഞ്ഞു. പിന്നെ കുറച്ച് ഫ്രൂട്ട്സ് വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു. ഫ്രൂട്ട്സ് എല്ലാം മുസമ്പി വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു നമുക്ക് ജ്യൂസ് അടിക്കാനായിട്ട്. അപ്പോൾ അതൊന്ന് കഴുകി വയ്ക്കണം. അതിപ്പോൾ ഇന്ന് ജ്യൂസ് അടിക്കണമെന്ന് പറയുന്നത് കഞ്ഞി അടിച്ച് കുടിച്ചിട്ടുണ്ട്. പിന്നെ ഗുളിക കഴിച്ച് ആൾ പാല് കാച്ചാറുണ്ട് കേട്ടോ. അപ്പോൾ ഒത്തിരി ചായ വെച്ച് കൊടുത്തിട്ടുണ്ടായിരുന്നു. അതും കൂടി കഴിച്ച് അവിടെ കുറച്ച് നേരം കിടക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഞാൻ എന്തായാലും ഇതൊന്ന് കഴുകി വെച്ചിട്ട് ബാക്കി നമുക്ക് ഒരുപാട് പണികളുണ്ട് കേട്ടോ. നമുക്ക് ഇപ്പോൾ ജോലിക്ക് പോകണവരാണെന്നുണ്ടെങ്കിൽ അവർക്ക് അറിയാലോ, വീട്ടിലേക്ക് പുറത്ത് പോയി വന്ന് കഴിയുമ്പോൾ നമുക്ക് അത്യാവശ്യത്തിലധികം പണികളുണ്ടാവും ഇവിടെ ചെയ്യാനായിട്ട്. അതുപോലെ തന്നെ ജോലിക്ക് പോകാത്തവരാണെന്നുണ്ടെങ്കിൽ വീട്ടിൽ പണികളൊക്കെ ഉണ്ടാവും കേട്ടോ.
അപ്പോൾ നമ്മുടെ വെറുതെ ഇരിക്കണവരൊക്കെ ആണെന്നുണ്ടെങ്കിൽ നമുക്ക് അത്യാവശ്യ ആ സമയത്തിന് നമ്മുടെ ഒരുപാട് കാര്യങ്ങൾ ചെയ്യാനുള്ള സമയം ഉണ്ടാവും. അതിനല്ല അപ്പോൾ ഞാനിപ്പോൾ ഒരാഴ്ച ആയിട്ടുള്ളൂ അമ്മയുടെ കൂടെ പോയിട്ട്. എന്നാലും നമുക്കിവിടെ കുഞ്ഞിപ്പെണ്ണുള്ള കാരണമാണ് കേട്ടോ എനിക്ക് മിക്കവാറും പോകാനായിട്ട് കഴിയാണ്ടിരുന്നത്. ഇപ്പോൾ അവൾ ഒത്തിരി വലുതായില്ല, അപ്പോൾ അവളവിടെ അമ്മയുടെ അടുത്താക്കിയിട്ട് എനിക്ക് അമ്മയുടെ കൂടെ പോകാൻ കുഴപ്പമില്ല. അടിച്ചു വാരലും തുടക്കമൊക്കെ കഴിഞ്ഞ് പിന്നെ കോഴിനെ കൂട്ടിലാക്കാൻ വന്നതാണ് കേട്ടോ. അപ്പോൾ അതേ കുഞ്ഞിപ്പെണ്ണും കൂടെ വന്നിട്ടുണ്ട്. അപ്പോൾ മുകളിൽ കയറി അവളുടെ ഒരു സന്തോഷ പ്രകടനമാണ് കേട്ടോ. മുകളിൽ കയറ്റാത്തപ്പോൾ പേടിയാണ്, നമുക്കവിടെ ഇതൊന്നും ഇല്ലല്ലോ, തിണ്ടുകളൊന്നും ഇല്ലല്ലോ. അപ്പോൾ അവർ ഓരോ ഓട്ടോ ഓടുമ്പോൾ അങ്ങോട്ടൊക്കെ പോയി വീണ് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പിന്നെ പറഞ്ഞിട്ട് കാര്യമില്ലല്ലോ. പിന്നെ കുഞ്ഞിപ്പെണ്ണിനെ അവിടെ അടിയുള്ള ഒരു ആൻറ്റി, ധന്യ ആൻറ്റി നമ്മുടെ വീടിൻ്റെ ഉടമസ്ഥ ചെന്നൈക്ക് പോയിട്ടുണ്ട്. അവളുടെ അനിയത്തി ചെന്നൈയിലാണ്. അപ്പോൾ ചെന്നൈക്ക് പോയിട്ടുണ്ട്. അപ്പോൾ അവർ വന്നപ്പോൾ കുഞ്ഞിപ്പെണ്ണിന് ഒരു ഉടുപ്പ് വാങ്ങിച്ചിട്ട് വന്നതാണ് കേട്ടോ. ഒരു ട്രൗസറും ടോപ്പും പോലത്തെ ഒരു ഉടുപ്പ് വാങ്ങിച്ചിട്ട് അതാണ്. സൂപ്പറായിരുന്നു കേട്ടോ, നല്ല ഭംഗിയുണ്ടായിരുന്നു കാണാനായിട്ട്. പിന്നെ നേരത്തെ തന്നെ മോൾക്ക് ചോറ് കൊടുക്കാനായിട്ട് ഇരിക്കണതാണ് കേട്ടോ. അവൾക്ക് ചെറുതായിട്ട് നീരുകളൊക്കെ ഉണ്ട്. അപ്പോൾ മരുന്ന് കൊടുത്തു കഴിയുമ്പോൾ വേഗം ഉറങ്ങും. അത് കാരണം അവളെ വേഗം അവിടെ ഇരുത്തി ഭക്ഷണം കഴിക്കാനായിട്ട്. ഭക്ഷണം കഴിക്കലൊക്കെ കഴിഞ്ഞപ്പോഴേക്കും അച്ഛൻ വന്നിട്ടുണ്ട്. അച്ഛൻ വന്നപ്പോൾ ലോഡ് മീനും കൊണ്ടാണ് വന്നത് കേട്ടോ. നമുക്ക് തോന്നാത്തിൽ പണി കഴിഞ്ഞൊക്കെ ഇരിക്കുമ്പോൾ എന്തെങ്കിലും കൊണ്ടുവരിക, അല്ലെങ്കിൽ വേറെ പണി കൊണ്ടുവരുമ്പോൾ നമുക്ക് ഭയങ്കര ദേഷ്യം വരില്ല. ഞാനൊന്നും പറഞ്ഞില്ല ഒരു പ്രാവശ്യം കൊഴുവയുടെ കാര്യം പറഞ്ഞിട്ട് ഭയങ്കരമായിട്ടുള്ള അടിയല്ല കേട്ടോ. ഞാൻ എന്തിനാ വാങ്ങിച്ചതെന്നൊക്കെ പറഞ്ഞപ്പോൾ ആൾക്ക് ദേഷ്യം വന്നു. അത് കാരണം ഇപ്പോൾ കൊഴുവ് വാങ്ങിക്കട്ടെ എന്ന് ചോദിച്ചിട്ടാണ് ആൾ വാങ്ങിക്കാറുള്ളത്. അപ്പോൾ കുറച്ച് ഉണക്കമീൻ ഉണ്ടായിരുന്നു, അതൊക്കെ ഒന്ന് വറുത്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ പരിപ്പ് കുത്തി ഉണക്കമീനാണ് ഇന്നത്തെ ഡിന്നറിനുള്ള കറികൾ. അടുക്കളത്തെ പണികളൊക്കെ കഴിഞ്ഞ് ഏകദേശം അപ്പോഴേ നമുക്ക് അക്ഷയപാത്രം വീണ്ടും നിറഞ്ഞിട്ടുണ്ട് കേട്ടോ. അതൊക്കെ കഴുകി വെച്ച് കഴിഞ്ഞ് നമ്മുടെ കിച്ചണൊക്കെ ഒന്ന് തുടച്ച് ഇടണം. അത്ര എളുപ്പമൊന്നുമില്ല, കാലത്ത് നന്നായി തുടച്ചത് തന്നെയാണ്. എന്നാലും കൂട്ടാൻ കാച്ചിയത് ഉണക്കമീനിൻ്റെ തോല് പൊളിച്ചപ്പോഴുള്ള വെള്ളം കാര്യങ്ങളൊക്കെ ഉണ്ട്, അതൊക്കെ നന്നായി സോപ്പൊക്കെ ഇട്ട് കഴുകി കളയണം. അത് കാരണം കുറച്ച് പണികളുണ്ട് കേട്ടോ. അത് കഴിഞ്ഞിട്ട് അമ്മയ്ക്കുള്ള പാല് ചൂടാക്കി തിളപ്പിച്ച് പിന്നെ ഒരു പ്രോട്ടീൻ പൗഡർ ഇട്ട് കുടിക്കുന്നുണ്ട് കേട്ടോ. ആൾക്ക് ജ്യൂസൊക്കെ അല്ലേ, അപ്പോൾ നമ്മളെ പോലെ വയറ് നിറച്ച് ചോറൊന്നും ഉണ്ണാൻ പറ്റാത്ത കാരണം അങ്ങനെ പ്രോട്ടീൻ പൗഡറും കാര്യങ്ങളൊക്കെ. പാൽ കുടിക്കുന്ന ആൾക്ക് ഇഷ്ടമല്ല, പക്ഷേ തീരെ പറ്റാത്തൊരവസ്ഥയായ കാരണമാണ് ആളിപ്പോൾ പാലൊക്കെ കുടിക്കുന്നത്. അപ്പോൾ അതൊക്കെ ഒന്ന് തിളപ്പിച്ച് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പിന്നെ നമ്മുടെ അടുക്കളത്തെ പണികളൊക്കെ കഴിഞ്ഞു. പിന്നെ അടുക്കളയൊക്കെ ഒന്ന് തുടച്ചിട്ട് കഴിഞ്ഞാൽ അതും കൂടി കഴിഞ്ഞു. പിന്നെ അത് കഴിഞ്ഞ് കുളിക്കുക, ഭക്ഷണം കഴിക്കുക, പിന്നെ ചേട്ടൻ്റെ അടുത്ത് കുറച്ച് നേരം വർത്താനമൊക്കെ പറഞ്ഞിരുന്ന് കിടന്നുറങ്ങുക. കിടക്കണത് കാണുള്ളൂ കേട്ടോ. അപ്പോഴേക്കും ഉറക്കം കഴിഞ്ഞിട്ടുണ്ടാവും. അത്രമാത്രം ക്ഷീണമുണ്ട് ഇന്നത്തെ ദിവസം. അങ്ങനെ
അപ്പോൾ ഇത് ഇത്രയേ ഉള്ളൂ കേട്ടോ നമ്മുടെ ഇന്നത്തെ വീഡിയോ. കണ്ടിട്ട് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനായിട്ട് മറക്കരുത്. നമ്മുടെ വീഡിയോ ആദ്യമായിട്ടാണ് കാണണമെന്നുണ്ടെങ്കിൽ നമ്മുടെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ ഒരുപാട് പേര് കാണുന്നുണ്ട് കേട്ടോ. അപ്പോൾ നമ്മുടെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്താൽ നമുക്കൊരു സന്തോഷമാവും, നിങ്ങൾക്കും ഒരു സന്തോഷമാവും എന്ന് വിചാരിക്കുന്നു. അപ്പോൾ നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം കേട്ടോ. ഓക്കേ.